അന്ന് ഒരു നാൾ. സ്റ്റോറി എസ് കെ വദാക്കൻ. ദുബായിലെ മെട്രോയിൽ ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ട് ശരത് പുതിയ മെസ്സേജുകൾ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് പരതിക്കൊണ്ടിരുന്നു. എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളിൽ ഓരോന്നും എടുത്തു നോക്കുകയാണ്. ദുബായിൽ എത്തിയിട്ട് 1.5 മാസമായി ഇതുവരെ ഒരു ജോലിയും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മനസ്സിൽ കുറച്ചു വിഷമമില്ലാതെയില്ല. വിഷമം ആരോട് പറയാൻ? വീട്ടിൽ നിന്നു അമ്മയും പപ്പയും ഇടയ്ക്ക് മിസ് കാൾ തരും. അമ്മയോട് ഇടയ്ക്ക് വിഷമങ്ങൾ അറിയാതെ പറഞ്ഞു പോകും, അമ്മക്ക് ഇപ്പോഴും ഞാൻ കുഞ്ഞു പോലെയാണ്. ഭക്ഷണം ശരിക്ക് കഴിക്കണം, പൈസയെക്കുറിച്ച് ആലോചിക്കേണ്ട, അങ്ങനെ നീളും. പപ്പക്ക് അറിയേണ്ടത് ഒന്ന് മാത്രം, ജോലി ശരിയായോ നോക്കിക്കൊണ്ടിരിക്കണം, മടി കാണിച്ചിരിക്കരുത്. യൂണിയൻ മെട്രോ ജംഗ്ഷനിൽ എത്തിയപ്പോൾ യാത്രക്കാർ നിറഞ്ഞു. കൂടുതലും ചെറുപ്പക്കാർ, പെൺകുട്ടികളും ആൺകുട്ടികളും. നാട്ടിലെ പോലെ തന്നെ നിന്നുപോകുന്നവരാണ് കൂടുതലും. അവിടെ നിന്നു കയറിയ ഒരു പെൺകുട്ടിയുടെ കണ്ണുകളും ശരത്തിന്റെ കണ്ണുകളുമായി ഉടക്കി അവർ തമ്മിൽ പരസ്പരം മന്ദസ്മിതം പൊഴിച്ചു. ശരത്തിനു അവളെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അവൻ അവളറിയാതെ നോക്കിക്കൊണ്ടിരുന്നു. ജീൻസും ടോപ്പും തോളിൽ ലാപ്ടോപ്പ് ബാഗും അണിഞ്ഞ അവളുടെ രൂപം കണ്ടപ്പോൾ മലയാളിയാണെന്ന് ഉറപ്പിച്ചു. കഴുത്തിനു താഴെ നല്ല ഭംഗിയിൽ തലമുടി വെട്ടിനിറുത്തിയിട്ടുണ്ട്. കണ്ണട വെച്ച മുഖത്ത് കുറച്ചു ഗൗരവം നിഴലിക്കുന്നുണ്ട്. കരാമ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവൾ ഇറങ്ങി. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് ട്രെയിനിലേക്ക് ചെറുതായി നോക്കിയതുപോലെ അവന് തോന്നി. അവൾ ഇറങ്ങിയപ്പോൾ അവന് എന്തോ നഷ്ടപ്പെട്ടുപോയ ഫീലിംഗ് തോന്നിച്ചു. സറ്റുവ സ്റ്റോപ്പിലായിരുന്നു അവനു ഇറങ്ങേണ്ടിയിരുന്നത്. ഇറങ്ങി താഴോട്ട് കൺവെയർ സ്റ്റെപ്പിൽ കൂടി അടിയിലെത്തി. പുറത്തേക്കുള്ള വാതിലിലേക്ക് നടന്നു. പുറത്ത് നല്ല ചൂടായിരുന്നു. നാട്ടിൽ വെച്ചു ക്രിക്കറ്റ് കളിക്കാൻ വെയിൽ കൊണ്ടിരുന്നെങ്കിലും ഇത്രയും ചൂട് അവൻ അനുഭവിച്ചിട്ടില്ല ഒരിക്കലും. എങ്ങനെയെങ്കിലും റൂമിലെത്തിയാൽ മതിയെന്ന് വിചാരിച്ചു നടന്നു. മുഖത്ത് കൈയിലെ ഫോൾഡർ പിടിച്ചു മറച്ചു. കുട പിടിച്ചു നടക്കുന്ന ചില മലയാളി പയ്യന്മാരെ വഴിയിൽ കണ്ടിരുന്നു. ഫിലിപ്പിനോ പെണ്ണുങ്ങളും ചില മലയാളി പെണ്ണുങ്ങളും കൂടെ പിടിച്ചു നടക്കുന്നുണ്ട്. ഫുട്പാത്തിലൂടെ നടക്കുന്നതിനിടയിൽ ചിലർ ഇലക്ട്രിക് സൈക്കിളിലും സ്കൂട്ടറിലും വേഗത്തിൽ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരെണ്ണം വാങ്ങിയാൽ നന്നായിരുന്നേനെ എന്ന് തോന്നിച്ചു. രാത്രിയിൽ പൊതുവെ കുറച്ചു താഴ്ന്ന ഊഷ്മാവായിരിക്കും. അതുകൊണ്ട് രാത്രിയിലാണ് സവാരിക്കിറങ്ങുക. കസിൻ വണ്ടി കൊണ്ടുവന്നാൽ അതിൽ പോയി സൂക്കുകളിലും മാളുകളിലും പോകും. അല്ലെങ്കിൽ കഫേയിൽ പോയി ഒരു ചായ കുടിച്ചു തിരിച്ചുവരും. ശരത് ദുബായിൽ ജോലി തേടി വന്നതാണ്. ബാംഗ്ലൂരിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ കസിൻ പറഞ്ഞു വന്നതാണ്. ജോലിക്ക് വിളിച്ച കമ്പനിയുടെ ശമ്പളം കുറവായത് കൊണ്ട് വേറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. CV എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഡോക്യുമെന്റ് കാണുന്ന കമ്പനികളിലേക്ക് അയക്കുകയും അവർ നേരിൽ കാണുവാൻ ആവശ്യപ്പെടുമ്പോൾ ഇന്റർവ്യൂ എന്ന് വിളിപ്പേരുള്ള മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയുമാണ് ഇപ്പോൾ ശരത്തിന്റെ ജോലി. കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് എടുത്തിട്ട് ദുബൈയിൽ കറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. വല്ല യൂറോപ്പിലോ അമേരിക്കയിലോ പോയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിത്തീർന്നേനെ. അടുത്ത ദിവസം രാവിലെ തന്നെ റെഡിയായി തന്റെ ലാപ്ടോപ്പും മറ്റ് സ്റ്റേഷനറി എടുത്ത് 11 മണിക്ക് എത്താൻ പറഞ്ഞ ഇന്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങി യാത്ര പുറപ്പെട്ടു. കരാമ സ്റ്റേഷനിൽ മെട്രോ നിർത്തിയപ്പോൾ അവനു ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നു. അവിടെ നിന്നു കയറിയവരിൽ അവളെ കണ്ടില്ല. എയർപോർട്ട് ഫ്രീസോൺ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി നടക്കുമ്പോൾ മുൻപിൽ നടന്നിരുന്ന പെൺകുട്ടിയെ അവൻ ശ്രദ്ധിച്ചു നോക്കി. ഇതല്ലേ അവൾ? അവന്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവളുടെ ഒപ്പം നടന്നു ചെല്ലാനാഗ്രഹിച്ചെങ്കിലും ഒരു മടി അവനെ പിടിച്ചു നിർത്തി. അവനു പോകേണ്ട വഴിയിലൂടെ അവൾ നടന്നു കയറിയത് അവനു പോകേണ്ട ഓഫീസ് ബിൽഡിംഗിലേക്ക് തന്നെ. ഇനി അവൾക്ക് താൻ പോകുന്ന ഓഫീസിലായിരിക്കുമോ ജോലി? അവൻ ഊഹിച്ചു നോക്കാൻ തുടങ്ങി. അവൾ കയറിയ ലിഫ്റ്റ് പൊന്തിയതിനു ശേഷമാണു അവൻ എത്തിയത്. അവൻ ലിഫ്റ്റിൽ കയറി 9ാമത്തെ നിലയിൽ 905 നമ്പർ ഓഫീസ്. പേര് വായിച്ചു നോക്കി ഉറപ്പാക്കി വാതിൽ തുറന്നു അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ 3 പേർ വെയിറ്റ് ചെയ്യുന്നു. അവൻ റിസപ്ഷനിൽ ചെന്നു പേര് പറഞ്ഞപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. വെയിറ്റിംഗ് ഏരിയയിൽ ചെന്നു ഇരുന്നപ്പോൾ തൊട്ടടുത്തു ഇരിക്കുന്ന ആളെ കണ്ടു അവൻ അമ്പരന്നു. ഇന്നലെ നമ്മൾ മെട്രോയിൽ വെച്ച് കണ്ടിരുന്നു. വിസിറ്റ് വിസയിലാണ് ജിൻസി എത്തിയിട്ടുള്ളതെന്നു അറിഞ്ഞപ്പോൾ അവന് വലിയ പാരയാകുമോ അവൾ എന്നൊരു നിമിഷം ചിന്തിച്ചെങ്കിലും അവൻ പോസിറ്റീവായി തന്നെ ചിന്തിക്കുവാൻ തുടങ്ങി. അവർ രണ്ടുപേരും കുറഞ്ഞ നേരം കൊണ്ട് അറിയേണ്ടതെല്ലാം പരസ്പരം അറിഞ്ഞു. ശരത് പറഞ്ഞു, ജിൻസി, ഞാൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നില്ല. ജിൻസിക്ക് ജോലി കിട്ടട്ടെ, ഞാൻ വേറെ അന്വേഷിച്ചു കൊള്ളാം. അത് കേട്ടപ്പോൾ ജിൻസി പറഞ്ഞു, അത് വേണ്ട ശരത്, നിനക്ക് ജോലി ശരിയായാൽ എനിക്ക് സന്തോഷമേയുള്ളൂ. ഇന്റർവ്യൂ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, അതുകൊണ്ട് പങ്കെടുക്കാതെ ഇരിക്കണ്ട. ഇതിനിടയിൽ ജിൻസിയുടെ പേര് വിളിച്ചു. ജിൻസി എഴുന്നേറ്റപ്പോൾ ശരത് ജോലി കിട്ടട്ടെയെന്നു ആശംസിച്ചു. ശരദിന് മീറ്റിംഗിൽ വെച്ച് തന്നെ ഓഫർ കൊടുത്തെങ്കിലും അവന് കുറച്ച് സമയം തരണമെന്നും അല്ലെങ്കിൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജിൻസിയെന്നും അവൾക്ക് ജോലി ഓഫർ കൊടുത്താൽ തനിക്ക് സന്തോഷമാണെന്ന് അവരോട് പറഞ്ഞു. ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഒരുമിച്ചാണ് അവർ ഇറങ്ങിയത്. ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന സമയത്തെ വിശേഷങ്ങളായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്. മെട്രോയിൽ ഒരുമിച്ചു ഇരുന്നാണ് പോയത്. അടുത്ത ദിവസം രാവിലെ ജിൻസിയുടെ ഫോൺ വന്നു. അവൾ വളരെ സന്തോഷവതിയായിരുന്നു. സരത്, they called me up and asking me to join today itself. ശരത് സന്തോഷം പങ്കുവച്ചു. അതായിരുന്നു ജിൻസിയും ശരത്തും തമ്മിലുള്ള അവസാന കമ്മ്യൂണിക്കേഷൻ. അടുത്ത ദിവസം ശരത് എങ്ങനെയുണ്ട് ജോലിയെന്ന് അന്വേഷിക്കാൻ വിളിച്ചെങ്കിലും ഫോൺ ഓഫ് ആയിരുന്നു. മെസ്സേജും പോയില്ല. 3 ദിവസം അവൻ കാത്തു. ശരത്തിന്റെ ഉള്ളിൽ ഒരാകാംക്ഷ എന്തു പറ്റിയിരിക്കും ജിൻസിക്ക്. ശരത് രണ്ടും കൽപ്പിച്ചു ഓഫീസിൽ ചെന്നു റിസപ്ഷനിൽ ചോദിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടേക്ക് കടന്നുവരുന്ന ആളെ നോക്കി അവനൊന്നമ്പരന്നു.
ഹാഫ് പാവാട ധരിച്ചു കഴുത്തിലൂടെ ചുറ്റിക്കിടക്കുന്ന വള്ളികളിലൂടെയുള്ള ബ്ലൗസ് ധരിച്ചു ചുണ്ടുകൾ കൂടുതൽ ചുമപ്പിച്ചു ഹൈഹീൽ ചെരുപ്പുകളും മായി മദാമ്മകളെ പോലെ നടന്നുവരുന്ന ജിൻസിയെ നോക്കി അവൻ ചിരിച്ചെങ്കിലും അവൾ കാണാത്ത ഭാവത്തിൽ തിരിച്ചുപോയപ്പോൾ അവന്റെ ഉള്ളു ഒന്ന് പിടഞ്ഞു. റിസപ്ഷനിസ്റ്റിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവൻ ഇറങ്ങി നടന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിലൂടെയുള്ള യാത്ര അവനെ വിഷമിപ്പിച്ചില്ല, പകരം ഏതോ ഒരു വാശി അവന്റെ ഉള്ളിൽ മൊട്ടിട്ടു. ദുബായിലെ നിരത്തുകളിലൂടെ വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരുന്നു. അവൻ റോഡ് കുറുകെ മുറിച്ചു കടക്കാൻ നോക്കുമ്പോൾ ഒരു ബോർഡ് കണ്ടു, റോഡ് മുറിച്ചു കടന്നാൽ 500 ദിർഹം പിഴ. അവൻ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. സിഗ്നലിന്റെ അരികെ കൊടുത്തിരിക്കുന്ന സിബ്ര ക്രോസിലൂടെ സിഗ്നൽ കിട്ടിയപ്പോൾ നടന്നു മെട്രോയിലേക്ക്. സ്റ്റോറി എസ് കെ വഡാക്കിൻ.